വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പുൽപ്പള്ളിയിൽ പ്രതിഷേധിക്കുന്നു. ഗീവർഗീസ് മാർ സ്താഫോനാസ് ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വനവകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ തടഞ്ഞു. അതേസമയം ബെയിലൂർ മഗ്നയ്ക്കായുള്ള ദൗത്യം തുടരുന്നു. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ അടിക്കടിയുണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ ഇപ്പോൾ ഹർത്താൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാക്കത്ത് പോളെന്ന വനംവകുപ്പ് ജീവനക്കാരൻ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പുൽപ്പള്ളി ടൗണിൽ ആ മൃതശരീരവുമായി ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. രണ്ടാഴ്ചകളുടെ വൻതോതിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇവിടെ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. പുൽപ്പള്ളി ടൗണിൽ ഇപ്പോൾ പ്രതിഷേധ സമരങ്ങളാണ്. ഈ സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ അവർ മൃതദേഹം സംസ്കരിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരോട് തന്നെ ചോദിക്കാം, ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്? പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. അതിൽ അപ്പുറത്തോട്ട് ഒരു പ്രതിഷേധത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായിട്ട് തന്നെ കിട്ടണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടണം. അതേപോലെ അദ്ദേഹത്തിന്റെ മകളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാടും നാടും വേർതിരിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് വയനാട് ജില്ലയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇവിടെ തുടർ പ്രക്ഷോഭം അതിശക്തമായിട്ടുണ്ടാകും. അത് ഈ തരത്തിൽ സമാധാനപരമായിരിക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള അവരുടെ ആവശ്യം അവരുടെ ആവശ്യം ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം കാടും നാടും നഗരം വേർതിരിക്കുക, അതിനോട് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുക, വന്യജീവി ശല്യത്തിന് നിരന്തരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. കാരണം പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും കടുത്ത പ്രതിഷേധം ഇവിടെ വരുന്നുണ്ട്. ഏതായാലും പുൽപ്പള്ളി പഞ്ചായത്തിൽ കളക്ടറും ജനപ്രതിനിധികൾ ചർച്ച നടത്തുകയാണ്. സർക്കാരിന്റെ അർഹമായ നഷ്ടപരിഹാര തുക ഇവിടെ ഈ ചർച്ചയിൽ തീരുമാനമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വയനാട്ടിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചയായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.